ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ മുരിങ്ങക്കായ തോരൻ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ മുരിങ്ങക്കായുടെ അകത്ത് ആ ദശ ചുരണ്ടി എടുത്തിട്ട് അത് നമുക്ക് എങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ട് നമുക്ക് എങ്ങനെ ഗ്രേവി പോലെ തയ്യാറാക്കാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു ചപ്പടി വിദ്യയാണ്, അതായത് ഒരു അടുക്കള നുറുക്ക് വിദ്യയാണ്. അപ്പോൾ ഇത് എങ്ങനെ വെറൈറ്റി ആയിട്ട് എല്ലാവരും തോരനൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും നെയ്ച്ചോറിന് വരെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങക്കോല് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് കുത്തുന്ന കാരണം ഒരുപാട് പേര് കഴിക്കില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പേടിയാണ്. അപ്പോൾ അതിൻ്റെ ദശ ചുരണ്ടി എടുത്തിട്ട് നമുക്ക് മുട്ട ഗ്രേവി പോലെ ചേർത്തിട്ട്, മുട്ട അങ്ങനെ ഉലർത്തിയെടുക്കുന്നതല്ല, ഗ്രേവി പോലെ ആക്കിയിട്ട് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ, ചപ്പാത്തി തൊട്ട് എല്ലാത്തിനും ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ദശ ചുരണ്ടിയ മുരിങ്ങക്കായ കേട്ടോ. അപ്പോൾ അതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് സവാള, തക്കാളി, ഒരു മുട്ട, പച്ചമുളക്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു തക്കാളിയും ഒരു മീഡിയം സൈസ് സവാളയും പച്ചമുളകും ഇതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കുകയാണ്. ആദ്യം ഒന്ന് വഴറ്റുക സവാള തക്കാളിയൊക്കെ, എന്നിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കുക. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഞാൻ കടുകും കരിവേപ്പിലയും കായപ്പൊടി ഇട്ട് താളിക്കുന്നത്, ഉലുവ ഇട്ട് താളിക്കുന്നത് വിട്ടുപോയി കേട്ടോ. പിന്നെ അത് ഒന്ന് അടച്ചു വെച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മുട്ട ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കിണ്ടിയെടുക്കുക കേട്ടോ. കിണ്ടിയല്ല, ഇങ്ങനെ വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ തോരൻ പോലെയാകും. ഇങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല ഗ്രേവി, തിക്ക് ഗ്രേവി പോലെ ഉണ്ടാവും. അപ്പോൾ പ്ലേറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഗ്രേവി അല്ലാത്ത പോലെ തോന്നും, പക്ഷെ നല്ല ഗ്രേവിയാണ് കേട്ടോ, നന്നായിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാം കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് മുരിങ്ങ ഇത് കണ്ട, ഇത് ഞാൻ ഭംഗിക്ക് വേണ്ടി ഒരു വെളുത്തുള്ളി വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളിയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിട്ടുപോയി. ചട്ടി വെച്ചിട്ട് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കടുകും കരിവേപ്പിലയും ഉലുവയും. ഇനി നിങ്ങൾക്ക് തേങ്ങയില്ലാതെ ചട്നി അരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇതൊരു വെറൈറ്റി ചട്നിയാണ് കേട്ടോ, പൊരികടല ചട്നി, തേങ്ങയില്ലാതെ, പക്ഷേ അസൽ ടേസ്റ്റാണ് കേട്ടോ. ഇതും എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം. അതായത് കപ്പലണ്ടി, സവാള ഈ വീഡിയോയിൽ കാണുന്ന പോലെ, തക്കാളി, പൊരികടല, ഒരു വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലോണം മിക്സിയിലിട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളം ചേർത്താൽ മതി, വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. അരച്ചിട്ട് എല്ലാത്തിൻ്റെ കൂടെയും യൂസ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് നിങ്ങൾ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ അപ്പം ഉണ്ടാക്കി, എന്നിട്ട് ഒറ്റ കയ്യിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി വേഗം എടുത്തതാട്ടോ. അപ്പോൾ ഞാനിന്ന് അപ്പമാണ്, അപ്പോൾ അത് ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ബൈ, ടാറ്റ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുക്കളയിലത്തെ ഒരു നല്ലൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ മാവൊക്കെ ചലിക്കുന്ന പഴയ ചല്ലടയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ തട്ടേണ്ട ആവശ്യമില്ല. ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയെല്ലാം പോയി കിട്ടും. ഇതിലിടുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ താഴെ എല്ലാം വീണോളൂ കേട്ടോ, ആ പൊടിയെല്ലാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം. ഇതാ നോക്കൂ, ഇങ്ങനെ നമുക്ക് തട്ടേണ്ട ആവശ്യമില്ല. ഈ പൊടിയൊക്കെ താഴോട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് വേഗം ദോശക്കല്ലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കല്ലിൽ ചപ്പാത്തി പൊടി വരികയില്ല. അപ്പോൾ ഈസി ട്രിക്കാണ്, നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ.